ഒരേ വസ്ത്രം ധരിച്ച് ഒരേ കളറുള്ള സാരി ധരിച്ച് കുറെ ചേച്ചിമാർ. ഇവർ കോഴിക്കോട് നിന്ന് വന്നവരാണ്. ഇവർ ഇന്നലെ വൈകിട്ട് നമ്മളിവിടെ നമ്മുടെ മാതൃഭൂമി ന്യൂസിന്റെ ഷോ കണ്ടിട്ട് അവരെന്നെ വന്ന് കണ്ടിരുന്നു. ഞങ്ങളുടെ ഭജന ഇന്ന് രാവിലെ 5 മണി മുതൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മളെ വന്ന് കാണൂന്ന് പറഞ്ഞു. ഭജന പാടാൻ വേണ്ടി കൂടി എത്തിയാണല്ലേ? നിങ്ങൾ എല്ലാ വർഷം വരാറുണ്ടോ? ഇത്തവണയാണോ ആദ്യമായിട്ട്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഭജന അവതരിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ ഞങ്ങൾക്ക് പാടാൻ കഴിയും. ഇതാണോ ഗുരു? എന്താ ഗുരുവിന്റെ പേരെന്താ? എൻ്റെ പേര് ഷിത. അവിടെ മ്യൂസിക് ക്ലാസ് ഒക്കെ ഉണ്ടോ? അതെ, ഞാൻ കോഴിക്കോട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 മാസമായിട്ടേ ഉള്ളൂ ഇവർക്ക് ക്ലാസ് തുടങ്ങി. എല്ലാവരും എങ്ങനെയാണ് വന്നത്? ട്രെയിനിലാണോ ബസ്സിനാണോ? ഞങ്ങൾ ട്രെയിനിനാണ് വന്നത്. ഇന്നലെ വന്നോ? ഇന്നലെ വന്നു. ഒരു എന്തായാലും ഭജന അവതരിപ്പിക്കാൻ വന്നതാണല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭജനയിൽ ഒരു 4 വരി, അധികം നീട്ടരുത്, 4 വരി ഒരുമിച്ചൊന്ന് പാടുമോ? അഞ്ജനശ്രീയിൽ ഇവിടുത്തെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഹിറ്റായ പാട്ടാണ്. മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാകേന്ദ്ര നീലാഭയ. ഒരു പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ ഭജന അവതരിപ്പിച്ചു ഇവിടെ ഉള്ളവരാണല്ലോ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇച്ചിരി അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു തോന്നുന്നു. കാരണം നിങ്ങളിവിടെ വന്ന കാര്യവും ഇവിടെ ഭജന അവതരിപ്പിച്ച കാര്യവും നിങ്ങളുടെ ഭജന തന്നെയും ലോകം മുഴുവൻ കേൾക്കാൻ, മാതൃഭൂമി ന്യൂസിലൂടെ കേൾക്കാൻ ഒരു അവസരം കൂടി വന്നു. ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടുകയും ചെയ്തു. ഏതായാലും എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ? നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാ വർഷവും വരാറുണ്ട്. ഈ വർഷവും ഇന്നലെ തന്നെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. ദേവീനെ തൊഴാൻ പറ്റി. ദേവിയുടെ കൃപ കടാക്ഷം കൊണ്ട് നന്നായിട്ട് പാടാനും പറ്റി. ഞങ്ങൾക്ക് നല്ലൊരു ടീച്ചറേയും കിട്ടി. ആ ടീച്ചറുടെ ശിക്ഷണത്തിൽ നല്ലതുപോലെ അവതരിപ്പിക്കാൻ പറ്റി. എല്ലാവരും അത് കാണിച്ചു കൊടുക്കും. തലമുറ കുറേ പേരുണ്ട്. എല്ലാവരും ഫ്രെയിമിൽ ഇല്ലാന്ന് തോന്നുന്നു. എങ്ങനെ വൈഡായിട്ട് വെക്കും. പിന്നെ എല്ലാവരും പൊങ്കാല ഇട്ടിട്ടേ പോകുന്നുള്ളൂ? എവിടെ പൊങ്കാല? ക്ഷേത്രമുറ്റത്ത് തന്നെയാണോ? നിങ്ങളൊക്കെ ഇവരുടെ കൂടെ വന്നതാണ്? അതെ, ഞങ്ങൾ ഇവിടെ ഉള്ളവരാണ്. ഇവർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്ന അവരാണ് ഇവർക്ക് ആതിഥ്യം അരുളുന്നത് തിരുവനന്തപുരത്ത്. ISRO റിട്ടയറാണ്. അപ്പോൾ അങ്കിളാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഭജനയ്ക്കുള്ള എല്ലാ അവസരങ്ങളൊക്കെ ഒരുക്കി തന്നതാണ്. വളരെ നന്ദി എല്ലാവരും. എന്തായാലും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നാളെ പൊങ്കാലയൊക്കെ ഇട്ട് ഇനിയും അടുത്ത വർഷം വീണ്ടും കാണാം. മോത്തി, ഇതാണ് ഹരി. നമ്മൾ ഈ ഇപ്പം ഇവർ കോഴിക്കോട് നിന്ന് വന്നതാണ്. അവർക്ക് ആതിഥ്യം അരുളുന്ന ആൾക്കാരാണ് ഇവർ, ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ. അപ്പോൾ ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി. ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം തിരുവനന്തപുരം നഗരം ഓരോ വീടുകളല്ല, നഗരമാകെയും പുറത്തു നിന്നുള്ളവർക്ക് ആതിഥ്യം. നമ്മുടെ അതിഥികളെ സ്വീകരിക്കും. അതായത് അവർക്കറിയാം ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ വീടുകളിലും അതിഥികൾ എത്തുമെന്ന് നമ്മുടെ നാട്ടുകാർക്ക് അറിയാം, നഗരത്തിലുള്ളവർക്കറിയാം. ഈ ആറ്റുകാൽ അമ്പലത്തിന്റെ ചുറ്റുമുള്ള ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലെ വീടുകളെല്ലാം അതിഥികളെ സ്വീകരിക്കാൻ അപ്പോഴേ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്.